വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. യേശുവിലെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, യുവതി കുട്ടികളെ, നമുക്കറിയാം ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്. എന്താണെന്ന് അറിയുമ്പോൾ കുടുംബങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കുടുംബങ്ങളുടെ വിശുദ്ധിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. 5 കുടുംബങ്ങളെക്കുറിച്ചാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. 5 കുടുംബങ്ങൾ. ആദ്യത്തെ കുടുംബം ഏതാണെന്ന് വെച്ചാൽ വരപ്രസാദമുള്ള പ്രത്യേക കുടുംബമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, തൃത്വൈകം. ഹല്ലേലൂയ. രണ്ടാമത്തെ കുടുംബം ഏതാണെന്ന് വെച്ചാൽ ആ കുടുംബം ഏതായിരിക്കും? രണ്ടാമത്തെ കുടുംബം അതല്ല, ആദ്യ മാതാപിതാക്കന്മാരായ ആദവും ഹവ്വായുമാണ്. അത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ അവർ ദൈവത്തെ ഉപേക്ഷിച്ചു, അതുകൊണ്ടാണ് അവരെ ദൈവം ഉപേക്ഷിച്ചത്. വരപ്രസാദം ഉണ്ടായിരുന്നു, പക്ഷേ വരപ്രസാദം അവർ നഷ്ടപ്പെടുത്തി. കുടുംബം ദൈവം വരപ്രസാദത്തിലാണ് ഒരു വ്യക്തിയെ ജനിപ്പിക്കുന്നതും വളർത്തുന്നതും. വേണോ വേണ്ടയോ എന്നുള്ളത് ആരുടെ ദൗത്യമാണ്? നമ്മുടെ ഓരോരുത്തരും. അതുകൊണ്ട് വളരെ കൃപയോടുകൂടി ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യം രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട 2 വ്യക്തികളായിരുന്നു ആദ്യത്തെ കുടുംബമായ ആദവും ഹവ്വായും. പക്ഷെ അവർ ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സാത്താൻ അവരെ പരീക്ഷിച്ചു. ആ പരീക്ഷയിൽ അവർ വീണു. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ പിശാച് വീഴ്ത്താൻ വേണ്ടി പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്, പല രീതികളും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആ രീതികൾ നമ്മൾ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ വരപ്രസാദവും നഷ്ടപ്പെടും. ആദത്തിനും ഹവ്വായ്ക്കും ഉണ്ടായ വരപ്രസാദം ഉണ്ടാകുമ്പോഴാണ് ആ 2 ആളുടെ വരപ്രസാദത്തിലാണ് ആ കുടുംബം വരപ്രസാദമുള്ളതെന്ന് അല്ലേ പറയുന്നത്? ആണോ? ആണ്. അപ്പോൾ 2 ആൾക്കും വരപ്രസാദം ഉണ്ടാകും. അപ്പോൾ ഒരു മാതാപിതാക്കന്മാരാണെങ്കിൽ ആ മാതാപിതാക്കന്മാരിൽ 2 ആളിലും വരപ്രസാദം നിറഞ്ഞു നിൽക്കണം. എന്നാലാണ് ആ കുടുംബം വരപ്രസാദമുള്ള കുടുംബമാണെന്ന് നമുക്ക് പറയാൻ. ഇത് ആദത്തിനുണ്ടായിരുന്നു, ഹവ്വയ്ക്കുണ്ടായിരുന്നു. ഹവ്വ എന്ത് ചെയ്തു? പിശാചനാൽ പരീക്ഷിക്കുമ്പോൾ ഹവ്വ തന്ത്രപൂർവ്വം ആദത്തെയും വീഴ്ത്താനായിട്ട് ഇടവന്നു. സ്വർഗരാജ്യത്തിൽ നിന്ന് പുറത്തായി. ആ പുറത്തായപ്പോഴും ദൈവം മനുഷ്യനെ തേടി വന്നിരുന്നു, അന്വേഷിച്ചു. അതുകൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? ഉടമ്പടി സ്ഥാപിക്കാൻ വേണ്ടി പൂർവ്വപിതാക്കന്മാരെ കർത്താവ് അയക്കുന്നു, പ്രവാചക ഗണത്തെ അയക്കുന്നു, നേതാന്മാക്കാരന്മാരെ അയക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്ന 3ാമത്തെ കുടുംബം എന്ന് പറയുന്നത് അവരെ ഒന്നും അത്ര ഉടമ്പടി സ്ഥാപിച്ചു, പക്ഷേ ആ ഉടമ്പടിയിൽ മനുഷ്യർക്ക് നിലനിൽക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ദൈവം താൻ മനസ്സിലാക്കുകയാണ് തൻ്റെ സ്വപുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കാൻ ദൈവം തിരുമനസ്സാകാൻ. അത് ആരിലൂടെയാണെന്ന് വെച്ചാൽ അത് പരിശുദ്ധ അമ്മയിലൂടെയാണ് ആ പ്രവൃത്തി ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി തിരഞ്ഞെടുക്കുമെന്ന വ്യക്തിയായിരുന്നു ആര്? യൗസേപ്പ് പിതാവ്. ഔസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയുമാകുന്ന കുടുംബമാണ് 3ാമത്തെ കുടുംബം. അല്ലെങ്കിൽ യേശു ഉണ്ടാകുന്ന കുടുംബം യേശു, പരിശുദ്ധ അമ്മ, യൗസേപ്പ്. അത് വരപ്രസാദമുള്ള കുടുംബമായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് ഒരു കാര്യമുണ്ട്, ലോക സുഖങ്ങളോട് വലിയ താല്പര്യം ഉണ്ടായില്ല. ആദ്യത്തെ കുടുംബം എന്താണെന്ന് വെച്ചാൽ ലോക സുഖങ്ങളോട് താല്പര്യമുള്ള കുടുംബമാണ്. അല്ലെങ്കിൽ ആ പഴവും തിന്നണം, ഈ ബിസ്ക്കറ്റും കഴിക്കണം, ആ ഇറച്ചിയും കഴിക്കണം, ആ മീനും കഴിക്കണം, ഇങ്ങനെല്ലാം ജീവിച്ചു പോകുന്നത്. കാരണം എന്താ? നാളെ മരിച്ചതൊക്കെ അനുഭവിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല. അതെ. 3ാമത്തെ കുടുംബം എന്ന് പറയുന്നത് ആദ്യത്തെ കുടുംബം ഒന്ന് ലാവിഷായിട്ട് ജീവിച്ചതുകൊണ്ട്, ഒന്ന് സന്തോഷകരമായിട്ട് ജീവിച്ചതുകൊണ്ട് ദൈവം 3ാമത്തെ കുടുംബം കൃപയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കന്മാരെ നൽകി. അല്ലെങ്കിൽ നമ്മൾ ഈ യൗസേപ്പ് പിതാവിൻ്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ ദാരിദ്ര്യമായിരുന്നു യൗസേപ്പ് പിതാവിൻ്റെ കുടുംബത്തിൽ, പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളവരായിരുന്നു ആര്? യൗസേപ്പും മാതാവും. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം
അങ്ങനെയുള്ള ദാരിദ്ര്യത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ ജീവിക്കുമോ? അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? തൊട്ടടുത്ത വീട്ടിലൊരു കാറുണ്ടെങ്കിൽ നമുക്കൊരു കാറ് വേണം. തൊട്ടടുത്ത വീട്ടിൽ നല്ലൊരു വീടുണ്ടെങ്കിൽ നമുക്കും നല്ലൊരു വീട്. വരപ്രസാദം നഷ്ടപ്പെടുമ്പോൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ നോക്കാനും അത് നമ്മൾ ആകർഷിക്കാനും ഇടയും. ഇന്ന് മനുഷ്യരെല്ലാം മനുഷ്യനെ നോക്കുന്നവരാണ്. അതുകൊണ്ടാണ് കൃപ നഷ്ടപ്പെടുന്നത്. നമ്മളെല്ലാവരും മനുഷ്യൻ്റെ സമീപം, മനുഷ്യൻ്റെ സ്നേഹം, മനുഷ്യൻ്റെ സഹായം ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ സഹായം നമുക്ക് കിട്ടത്തില്ല. ദൈവത്തിലേക്ക് നമ്മൾ കണ്ണുയർത്തി ദൈവത്തിൻ്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മറ്റുള്ളവരെ നമ്മളെ സഹായിക്കാനായിട്ട് ഇടവരും. ആദ്യത്തെ കുടുംബം ജീവിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആ കൃപ, വരപ്രസാദം, അഭിഷേകം നമ്മുടെ കുടുംബത്തിനുണ്ടാകില്ല. ആ വരപ്രസാദം ഇല്ലാത്ത കുടുംബമാണെങ്കിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ആ കുടുംബം ഇല്ലാതായി വരും. അല്ലേലിയാം. നാലാമത്തെ കുടുംബം എന്ന് പറയുന്നത് ഏത് കുടുംബമാണെന്ന് വെച്ചാൽ ആ കുടുംബം എന്നാ തിരുസഭയാകുന്ന കുടുംബമാണ്. ഈശോ തൻ്റെ രക്തത്തിലൂടെയും മാംസത്തിലൂടെയും വീണ്ടെടുത്ത തിരുസഭയാവുന്ന കുടുംബമാണ്. അഞ്ചാമത്തെ കുടുംബം എന്ന് പറയുന്നത് നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരുന്ന കുടുംബം. വെളിപാട് പുസ്തകത്തിൽ പറയപ്പെടുന്ന കുഞ്ഞാടിൻ്റെ തിരുസഭയാകുന്ന കുടുംബത്തെക്കുറിച്ചാണ്. അല്ലേലിയ. കുഞ്ഞാടിൻ്റെ തിരുസഭയാകുന്ന കുടുംബത്തെക്കുറിച്ചാണ് ഈ കാലഘട്ടത്തിൽ പറയപ്പെടുന്ന വേറൊരു കുടുംബം കൂടിയുണ്ട്. ആ കുടുംബം ഏതാണെന്ന് ഹേറോദേസിൻ്റെ കുടുംബമാണ്. ഹേറോദേസിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അവർ നല്ല ശക്തരായിരുന്നു. പക്ഷേ ആ കുടുംബം ആ ദേശത്ത് ഇല്ലാതായി മാറി. അവർ നല്ല കഴിവുള്ളവരായിരുന്നു, നല്ല ബുദ്ധിയുള്ളവരായിരുന്നു, അവർ നല്ല ഭരണകർത്താക്കളായിരുന്നു. അല്ലല്ലോ അർക്കാലൗസ്, അന്തിപ്പൗസ്, അങ്ങനെ കുറേ മക്കളുണ്ടായിരുന്നു. 19 പിള്ളേരുണ്ടായിരുന്നു. ആ പിള്ളേർ തമ്മിൽ തന്നെ തല്ലി, തമ്മിൽ തന്നെ വെട്ടിട്ട് മരിച്ചൊരു കുടുംബമാണ് ആ കുടുംബം. ആ കുടുംബത്തെക്കുറിച്ച് സഭ പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഈ 5 കുടുംബങ്ങളെക്കുറിച്ച് പറയുന്നത് ആദ്യത്തെ കുടുംബം എന്ന തൃത്വീയ കുടുംബം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. രണ്ടാമത്തെ കുടുംബം എന്ന് പറയുന്നത് ആ കുടുംബം ഏത് കുടുംബമാണെന്ന് വെച്ചാൽ ആ കുടുംബമാണ് ആദ്യ മാതാപിതാക്കന്മാർ. ദൈവം തൻ്റെ സ്വന്തം ഛായയിലും രൂപത്തിലും ശ്വാസം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷേ വരപ്രസാദമുള്ളവരായിരുന്നു. സാത്താൻ അവരെ പരീക്ഷിച്ചതുകൊണ്ട് അവർ ലോക സുഖങ്ങൾക്ക് അടിമപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ കൃപ അവർക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ പഴയ നിയമത്തിൽ കാണും. അങ്ങനെയാണ് ഇവരെ മാതാപിതാ പുറത്താക്കിയെന്ന് മാത്രമല്ല, ലോകത്തിൽ ഭാഷയെ ഭിന്നിപ്പിച്ചു, കർത്താവ് ചിതറിപ്പിച്ചു. കാരണം എന്താ? ദൈവത്തിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ വേണ്ടി. അല്ലേലിയാം. ഇന്ന് മൂന്നാമത്തെ കുടുംബം എന്ന് പറയുന്നത് അത് തിരുക്കുടുംബമാണ്. ആ കുടുംബം യവസേ പിതാവ്, മാതാവ്, ഉണ്ണീശോ. അത് വരപ്രസാദമുള്ളവരായിരുന്നു. അവർ ലോക സുഖങ്ങളെ ഉപേക്ഷിച്ച് ജീവിച്ച ഒരു കുടുംബമായിരുന്നു. ആ കുടുംബമാണ് നമ്മുടെ കുടുംബങ്ങളെല്ലാം മാതൃകയാണ്. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ അവസരത്തിൽ പ്രാർത്ഥന തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ ആര് ജീവിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവസാനത്തെ ആശീർവാദത്തിൻ്റെ സമയത്ത് പറയുന്ന തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ കുടുംബജീവിതം ജീവിക്കാനായിട്ട് സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലേലിയാം. ആ തിരുക്കുടുംബത്തിൻ്റെ ജീവിതം എന്തായിരുന്നു? അവർക്ക് എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ആലോചന ചോദിക്കുക, ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു അവരിലൂടെ പിറക്കാനായിട്ടും അവർ ദൈവത്തിൻ്റെ വലതും ഇടതും, പരിശുദ്ധ ഓരോ പള്ളിയിലും വലതും ഇടതും ഇരിക്കുന്ന ആരാണെന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയും യവസേ പിതാവുമാണ്. അല്ലെങ്കിൽ ഏതൊരു പള്ളിയായാലും അവിടെ യവസേ പിതാവും ഉണ്ടാവും, പരിശുദ്ധ അമ്മയും ഉണ്ടായിരിക്കും. നാലാമത്തെ കുടുംബം എന്ന് പറയുന്നത് ഏതാണെന്ന് തിരുസഭയാവുന്ന കുടുംബം. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം. അല്ലേലിയാം. അഞ്ചാമത്തെ കുടുംബം എന്ന് പറയുന്നത് സ്വർഗീയ കുടുംബം. നമ്മൾ പലപ്പോഴും പള്ളിയിൽ പോകുമ്പോൾ നല്ല ഭക്തരായിരിക്കും. വീട്ടിൽ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലെ നമ്മുടെ സ്വഭാവങ്ങളൊക്കെയും തിരിച്ചറിയുന്നപ്പോഴാണെന്ന് വെച്ചാൽ ദൈവത്തിനല്ല തിരിച്ചറിയാൻ പറ്റുന്നത്. വീട്ടിലും കുടുംബാംഗങ്ങൾക്കും പുറത്തുള്ളവരൊക്കെ ആയിരിക്കും. അല്ലേലിയാം. അതുകൊണ്ട് കള്ളനും പോലീസും കളിക്കുന്ന കുടുംബങ്ങളാണെങ്കിൽ ആ കുടുംബങ്ങൾ പരാജിതരായി തീരുമെന്നുള്ളൊരു കാര്യമാണ് ഈശോ നമ്മെ ഓർമ്മപ്പെടുന്നത്. അല്ലേലിയാം. കള്ളനും പോലീസും കളിക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യ ചെയ്യുന്നത് ഭർത്താവ് അറിയുന്നില്ല, ഭർത്താവ് ചെയ്യുന്നത്
ഭാര്യ അറിയുന്നില്ല, പിള്ളേർ ചെയ്യുന്നത് അപ്പനും അറിയുന്നില്ല, അമ്മയും അറിയുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വലിയ ദീർഘായുസ് ഈ നമ്മുടെ നാടുകളിൽ ഉണ്ടാകില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം ഒരു നല്ലൊരു വചനമാണ്. വചനം പറയാണ്, നിയമത്തെ വിശ്വസിക്കുന്നവന് കൽപ്പനകൾ അനുസരിക്കും. കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല. കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരില്ല. ഹല്ലേലൂയ. നിയമത്തെ അനുസരിക്കുന്നവന്, നിയമത്തിൽ വിശ്വസിക്കുന്നവന് കൽപ്പനകൾ അനുസരിക്കുന്നു. കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. കൽപ്പനകൾ വലുതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ക്രിസ്മസ് ദിനത്തിൽ പള്ളിയിൽ പോവാതെ ക്രിസ്മസ് ആഘോഷിച്ചവരും നമ്മുടെ വീട്ടിലുണ്ടാവും അല്ലേ? ഉണ്ടാവുമല്ലോ. ഹല്ലേലൂയ. 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 ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രാധാന്യം പരിശുദ്ധ കുർബാനയിൽ അർപ്പിക്കുക എന്നുള്ള, ആ കുർബാന സ്വീകരിക്കുക എന്നുള്ള. അതിൻ്റെ അപ്പുറത്തൊരു ജീവിതം നമുക്ക് ഇല്ല. കൽപ്പന അനുസരിക്കുക. ഹല്ലേലൂയ. രണ്ടാമത് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്ന അല്ലെങ്കിൽ ശരണപ്പെടുന്നവന് ഒരിക്കലും നഷ്ടങ്ങൾ സംഭവിക്കില്ല. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുന്നവന് അല്ലെങ്കിൽ ശരണം വയ്ക്കുന്നവന് ഒരിക്കലും നഷ്ടങ്ങളുണ്ട്. എന്നാൽ ദൈവകൽപ്പനകൾ അനുസരിക്കുന്ന ഒരു വ്യക്തിയിലാണ് ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നത്. കാരണം എന്താ? ദൈവസ്നേഹമാണ്. ദൈവസ്നേഹമാണെങ്കിൽ കൽപ്പനകൾ പാലിക്കണം. കാരണം എന്താ? എന്നാലാണ് സ്നേഹം നമ്മളിൽ നിറയുള്ളൂ. ഹല്ലേലൂയ. 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 ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, കർത്താവിനെ എല്ലാം ചെയ്യും. കർത്താവിൻ്റെ പ്രമാണം, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നില്ലെങ്കിൽ അത് ജീവനാണെന്ന് എവിടെ കിടക്കുന്നത്? പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകത്തിൽ 32-ാമത്തെ അല്ലേ, ഞാനിന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യമല്ല, നിങ്ങളുടെ ജീവനാണിത്. ജീവൻ. അപ്പോൾ അത് കൽപ്പന, ദൈവപ്രമാണം എന്ന് പറഞ്ഞാൽ അത് ജീവനാണ്. ഹല്ലേലൂയ. ജീവനാണ്. അതുകൊണ്ടാണല്ലോ യോസേപ്പ് പിതാവ് കൽപ്പനകൾ പാലിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ കൽപ്പനകൾ, നിയമങ്ങൾ, ചട്ടങ്ങൾ. പഴയ കാലത്ത് നമുക്കറിയാം നിയമങ്ങളുണ്ടായിരുന്നു, ചട്ടങ്ങളുണ്ടായിരുന്നു, മാർഗങ്ങളുണ്ട്, 4 കാര്യങ്ങളുണ്ടായിരുന്നു. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് നമുക്ക് നിയമങ്ങളും കൽപ്പനകളുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കൽപ്പന 5 കൽപ്പനകളിലേക്ക് അത് ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. 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 കൽപ്പനകൾ. അപ്പോൾ കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകുമെന്ന് മോസസ് പറയാം. മോസസിന് വലിയ ആഗ്രഹം എന്തായിരുന്നു എന്നറിയാമോ? കാനാൻ ദേശത്ത് എത്തണമെന്നുള്ള. എത്തിയോ? ഇല്ലല്ലോ. ഹല്ലേലൂയ. നമ്മുടെ വലിയ ആഗ്രഹം എന്തായിരിക്കും? നമ്മുടെ വലിയ ആഗ്രഹം എന്തായിരിക്കും? സ്വർഗത്തിലെത്തണം എന്നാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലെത്തണം എന്നാണ്. പക്ഷെ എത്താതെ വരുമ്പോഴോ ഈ മോസസ് പറഞ്ഞതുപോലെ പിള്ളേരോട് നമ്മളും പറയേണ്ടി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് മോസസിൻ്റെ വലിയ ആഗ്രഹമാണെന്നു കാനാൻ ദേശം എത്തണമെന്ന്. പക്ഷെ ദൈവം ഒരു ദിവസം പറയാ, നീ കാനാൻ ദേശം കാണും, കയറില്ല. നീ കാനാൻ ദേശം കാണും, കയറില്ല. പക്ഷെ നിൻ്റെ കൂടെ വരുന്നുണ്ടല്ലോ ഒരു കഴിവുമില്ലാത്ത, ഒരു എന്ന് പറഞ്ഞാൽ വലിയ ശക്തിയൊന്നുമില്ലാത്ത ജോഷു ഉണ്ടല്ലോ, അവൻ കാനാൻ ദേശം കൈവശമാക്കും. കാരണം എന്താ? അവൻ 100% കർത്താവിനോട് വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വിശ്വസ്തനായതുകൊണ്ട് കർത്താവ് മോസസിനുണ്ടായ കൃപകൾക്ക് കൂടുതൽ കൃപ ജോഷുവയ്ക്ക് കൊടുക്കുക. ഹല്ലേലൂയ. നമ്മൾ മാത്രം കാനാൻ ദേശത്തിൽ പ്രവേശിച്ച പോരാ, നമ്മുടെ വരും തലമുറ പോലും കാനാൻ ദേശത്ത് അല്ലെങ്കിൽ സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും അതനുസരിച്ചുള്ള ജീവിതം നമ്മൾ രൂപപ്പെടുത്തുകയും ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾ സ്വർഗരാജ്യത്തിൽ എത്താനായിട്ട് ഇടവരില്ല. മോസസ് പറഞ്ഞതുപോലെ പറയാനായിട്ട് ഇടവരരുത്. കാരണം ജോഷുവ പ്രവേശിച്ചതുപോലെ
കാനാൻ ദേശം കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവകൽപ്പനകളും ദൈവപ്രമാണങ്ങളും അനുസരിച്ച് പറ്റുള്ളൂ. ഇവിടെ ഒരു കുടുംബം ഇവിടെ വന്നു. ഭാര്യ ഭർത്താക്കന്മാരാണ്. 3 പിള്ളേരുണ്ട്. ഏതായാലും അവരെ കണ്ടു. അവർ ചെറിയൊരു കള്ളനും പോലീസൊക്കെയും കളിക്കലാണ്. ചേട്ടൻ്റെ ഇതുണ്ട്, ചേച്ചിയുടെ ഉണ്ട്. ഞാനേതായാലും അവരെ നന്നായിട്ട് ഉപദേശിച്ചു. കൗൺസിലിങ്ങിന് സ്പീച്ച് ഷെയറിങ്ങിന് വന്നപ്പോൾ സിസ്റ്റർ അവരെ നല്ല രീതിയിൽ തിരുത്തി കൊടുത്തു. അല്ലേലിയ. മനുഷ്യൻ തിരുത്തിയാലും ഒരു കാര്യമുണ്ട്, അതിൽ നിന്ന് പിന്നോട്ട് പോവില്ല. അതിനുശേഷം പല പ്രാവശ്യം എന്നോട് പലരും പറഞ്ഞ് ഞാനും ഉപദേശിച്ചു. പക്ഷേ ആ കള്ളനും പോലീസും കളിയിൽ നിന്ന് അവർ പിന്മാറിയില്ല. എന്തുണ്ടായെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വഴി തെറ്റി, ഒരു നിയമം തെറ്റി ഒരു റൂട്ടിലേക്ക് കയറി ആ റൂട്ടിൽ വെച്ച് വേറൊരു വാഹനം വന്നിട്ടിച്ച് റൂട്ടിൽ കിടന്ന് മരിക്കാനായിട്ട് ഇടവഴി. പള്ളിയിലെല്ലാ കാര്യത്തിലും ഏറ്റവും വിശ്വസ്തനായ വ്യക്തിയാണ്. അല്ലേലിയ. അച്ഛന്മാരുടെ ഒറ്റ ഫ്രണ്ടാണ്. അച്ഛന്മാരോടൊത്ത് സ്നേഹിച്ച് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് അച്ഛൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും മുമ്പ് അച്ഛനെ വിഷ് ചെയ്യാൻ ചെല്ലുന്നതും വിഷ് ചെയ്യുന്നതും അച്ഛൻ എവിടെ പോകണമെങ്കിലും കൊണ്ടുപോകുന്നതും എല്ലാം ഈ ടീമാണ്. അല്ലേലിയ. അത് പുറംമൂടി ധരിച്ച് നടന്നാൽ അതെന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് നമുക്ക് നഷ്ടപ്പെടാനായിട്ട് ഈ മംഗലത്തിനൊരു കാര്യമുണ്ട്. കുടത്തിന് മംഗലം എവിടെയെങ്കിലും ഒരു മുട്ട് കിട്ടിയാൽ മതി, അത് പൊട്ടിത്തെറിക്കും. അല്ലേലിയ. എവിടേക്ക് പഴയ കാലത്ത് ഉണ്ടാകുന്ന ഒരു കുടമാണ്. നമ്മുടെ വീട്ടിലേക്ക് മീൻ കറി വയ്ക്കാനും അല്ലെങ്കിൽ കഞ്ഞി വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന കലങ്ങളായിരുന്നു മംഗലങ്ങൾ. അത് എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന് വെച്ചാൽ അതായിരുന്നു ടേസ്റ്റ് കിട്ടുന്ന ഭക്ഷണം, അതായിരുന്നു രുചികരമായ ഭക്ഷണം. അതാണ് മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കലം മേടിച്ച് സഹിക്കാതെ വന്നപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ അലൂമിനിയം കലത്തിലേക്ക് കയറി. അലൂമിനിയം കലത്തിൽ നിന്ന് അവർ എന്താ വെച്ചാൽ കുക്കറിലേക്ക് കയറി. അല്ലേലിയ. കുക്കറിലേക്ക് കയറി. അല്ലേലിയ. അതുകൊണ്ട് പുൾട്ടൻ ജസ്റ്റീൻ പറയുന്ന പ്രകാരമാണ് മൺകുടത്തിലെ നിധിയാണ് ഓരോ ജീവിതങ്ങളും. മൺകുടത്തിൽ. കാരണം എന്താ, നമ്മുടെ ജീവിതം എപ്പോൾ വേണമെങ്കിലും ഒരു തട്ടുമുട്ടി കിട്ടിയാൽ അത് പൊട്ടിപ്പോകുന്ന മൺകുടം പോലെയാണ് നമ്മുടെ കൃപ നിറഞ്ഞ ഈ ജീവിതം. പുൾട്ടൻ ജസ്റ്റീൻ നല്ല അവാർഡ് കിട്ടിയ മനുഷ്യനായിരുന്നു, സ്കോളർഷിപ്പ് കിട്ടിയ മനുഷ്യനായിരുന്നു. പക്ഷെ അതെല്ലാം ദൈവത്തിന് വേണ്ടി ഉപേക്ഷിച്ച് അവനൊരു വൈദികനായി. ആ വൈദികനായപ്പോൾ അവൻ ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി. അതിനറിയപ്പെടുന്ന ഒരു പുൾട്ടൻ ജസ്റ്റീൻ, ഒരു ലോക സുവിശേഷ പ്രഘോഷണം. അവൻ പറയാണ്, പൗരത്വത്തെക്കുറിച്ചൊക്കെയും പറയുന്നത് മൺകുടത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന നിധിയാണ്. അതേപോലെയാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. മൺകുടത്തിലെ നിധിയാണ്. എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പൊട്ടിയൊഴുകാനായിട്ട് നമുക്ക് 2018ഉം 2019 ഒരു മനുഷ്യനും മറക്കാത്ത വർഷമാണ്. എന്താണെന്നറിയാമോ? 2018ഉം 2019 മറക്കില്ല. കാരണം ഡാമുകളെല്ലാം പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി തുറന്നു വിട്ടതാണ്. ഡാമുകളെല്ലാം പൊട്ടിപ്പോകാതിരിക്കാൻ തുറന്നു വിട്ടതാണ്. അല്ലേലിയ. അതേപോലെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ, അത് നല്ല വെള്ളമുണ്ട്, ചീത്ത വെള്ളമുണ്ട്. അത് കർത്താവ് തുറന്നിടും. എപ്പോഴാണ്? ഒരു അപകടത്തിലൂടെയോ ഒരു നാശത്തിലൂടെയോ. അല്ലേലിയ. ഇഷ്ടംപോലെ സംഭവങ്ങൾ പറയാൻ. ഒരു കുടുംബം ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. വലിയ സഹനങ്ങളും പീഡകളും നമ്മളെ സാമ്പത്തിക ഒന്നിനെ സഹായിക്കുകയും ചെയ്തു. അവർ പല കേസുകളിൽ നിന്നും നമ്മൾ നിയമസഹായം കൊടുത്ത് രക്ഷപ്പെടുത്തി. കുറേ നാൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്, പിന്നെ നമുക്കൊന്നും വലിയ കുഴപ്പം ഉണ്ടാവില്ല. പെട്ടെന്നുണ്ടായിച്ചാൽ വീട്ടിലൊരു മാരകമായ മരണം സംഭവിച്ചു. അപ്പോഴാണ് കണ്ണ് തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. ഒരു കുടുംബം അവിടെ വന്നു. അവരുടെയും പറഞ്ഞു, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അവരുടെ കുടുംബത്തിലൊരു ബുദ്ധിമുട്ടുണ്ട്. 53-54 വയസ്സാവുമ്പോൾ ആ കുടുംബത്തിലെ അംഗങ്ങൾ മരിക്കും. അവർക്കും അറിയില്ലായിരുന്നു. ആദ്യത്തെ ഈ വന്ന് പ്രാർത്ഥിച്ച സഹോദരിയുടെ ഭർത്താവാണ് മരിക്കുന്നത്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് അവിടെ ചേട്ടൻ മരിച്ചു. അങ്ങനെ ഓരോരുത്തരും മരിക്കാൻ തുടങ്ങി.
വലിയ ഭീതിയിലും എനിക്ക് തോന്നുന്നു 3-4 ആൾ കുടുംബത്തിൽ മരണപ്പെട്ടു. എല്ലാവരും ഈ ഏജിനോടടുത്തുള്ള മരണങ്ങളെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ മനുഷ്യ കുടുംബങ്ങൾ, മനുഷ്യ ജീവിതങ്ങൾ നശിക്കാതിരിക്കാൻ വേണ്ടി ദൈവം ചെയ്ത വലിയൊരു പദ്ധതി എന്താണെന്ന് അറിയുമോ? ഈശോ ചെയ്തത് സ്വർഗം സ്ഥാപിച്ചു. പഴയ നിയമത്തിൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും സ്വർഗമുണ്ടോ? സ്വർഗമില്ല. സ്വർഗം തുടങ്ങുന്ന ആരാണെന്ന് വെച്ചാൽ യേശു ക്രിസ്തുവാണ്. അല്ലേരിയാം. അതുകൊണ്ടാണ് മത്തായി ശ്ലീഹ പറയുന്നുണ്ട്, യോഹന്നാൻ്റെ നാൾ വരെ ബലപ്രയോഗം, അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് കയറുമ്പോൾ സ്വർഗത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ചും പാതാളത്തെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലേരിയാം. നന്നായിട്ട് ജീവിച്ചാൽ, നന്നായിട്ട് ഒരു കൃപയുടെ ജീവിതം നയിച്ചാൽ നമുക്കറിയാം എവിടെ എത്തും. മറ്റു മതസ്ഥർ പറയേണ്ടത് നന്നായിട്ട് ജീവിച്ചാൽ നല്ല മൃഗങ്ങളായിട്ട് ജനിക്കും, അല്ലേ? നന്നായിട്ട് ഈ ലോകത്തിൽ ജീവിച്ചാൽ നല്ല മൃഗങ്ങളായിട്ട് അവരുടെ വിശ്വാസമാണ്. അല്ലേലിയാ. മോശമായിട്ട് ജീവിച്ചാൽ മോശമായിട്ട് മൃഗങ്ങളായിട്ട്. നമ്മൾ ഏതായാലും ഈ ലോകത്തിലേക്ക് വന്നു, അല്ലേ? കൃപയുടെ വാതിൽ നമുക്ക് തുറന്നു തന്നിരിക്കുക. പൗലോസ്ലീഹയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ രണ്ടാമത് മനോഹരമായിട്ട് വിവരിക്കുന്നത്. ആ സ്നേഹം മനസ്സിലാക്കിയത് എപ്പോഴെന്നാൽ ഡെമാസ്കസിലുള്ള യാത്രയിലാണ്. അവൻ്റെ കണ്ണ് രണ്ടും അന്ധനായിട്ട് മാറി. അവൻ ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞു. ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ എന്തുണ്ടായി? അവൻ്റെ കണ്ണ് തുറക്കാൻ ദൈവം തൻ്റെ അപ്പസ്തോലനെ അയക്കുക. അവൻ കണ്ണ് തുറന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കർത്താവിനെ കണ്ടു. പിന്നീട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉയരവും ആഴവും വീതിയും പരപ്പും എല്ലാം പറയുന്ന ഒരു അപ്പസ്തോലൻ ആരാണെന്ന് വെച്ചാൽ പൗലോസ്. കണ്ണുകളടക്കിയിട്ട് ദൈവത്തിൻ്റെ സ്നേഹം വേണോ? ദൈവത്തിൻ്റെ സന്തോഷം വേണോ? ദൈവത്തിൻ്റെ ആനന്ദം വേണോ? നീ ദൈവകൽപ്പന അനുസരിക്കണം. ദൈവപ്രമാണം നീ പാലിക്കണം. ഉദാശകൾ യോഗ്യതയോടെ സ്വീകരിക്കണം. നിൻ്റെ ശരീരം പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തമാണ്, പരിശുദ്ധാത്മാവിനാൽ മുദ്രിതമാണ്. മാമോദീസായിൽ മുദ്രിതവും പരിശുദ്ധ ശൈലത്താൽ അഭിഷിക്തവും പരിശുദ്ധ കൂദാശകൾ പരിപോഷിതമായ നിൻ്റെ ശരീരം ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സമയത്ത് ക്രിസ്തുവിനോടൊത്ത് വീണ്ടും ജീവിക്കാനുള്ളതാണ്. കണ്ണുകളടച്ച് കരങ്ങളൊന്നുയർത്തി അവൻ്റെ നാമത്തെ വിളിക്കട്ടെ, അവൻ്റെ ശക്തിയെ വിളിക്കട്ടെ. സ്വരമയത്തെ സ്വീകരിക്കട്ടെ, സ്വരമയത്തെ സ്വീകരിക്കട്ടെ, സ്വരമയത്തെ സ്വീകരിക്കട്ടെ, സ്വരമയത്തെ സ്വീകരിക്കട്ടെ. മനസ്സ് കണ്ണുകളടക്കട്ടെ, എല്ലാവരും കണ്ണുകളടക്കട്ടെ.